ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് പൂരി മസാല തയ്യാറാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ എടുത്തു വച്ചിട്ടുണ്ട്. ഉരുളക്കിഴങ്ങ് നേരത്തെ തന്നെ പുഴുങ്ങി ഉപ്പിട്ടാണ് പുഴുങ്ങിയത്. ഉപ്പിട്ട് പുഴുങ്ങി എടുത്ത് വെച്ചേക്കുന്നതാണ്. തൊലിയൊക്കെ കളഞ്ഞു വെച്ചേക്കുകയാണ്. അപ്പോൾ ഇനി ഇതൊന്ന് മാഷ് ചെയ്തെടുക്കണം. പിന്നെ ബാക്കിയുള്ളതൊക്കെ ഇത് പ്രിപ്പയർ ചെയ്യുമ്പോൾ പറയാം. അപ്പോൾ നമുക്ക് പൂരി മസാല ഉണ്ടാക്കാൻ തുടങ്ങാം. പാൻ നല്ലപോലെ ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഏത് ഓയിൽ വേണമെങ്കിലും എടുക്കാം കേട്ടോ. 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി വരുമ്പോൾ ഇതിലേക്ക് 1 ടീസ്പൂൺ ഉഴുന്ന് പരിപ്പ് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 ഉണക്കമുളക് ഇട്ട് കൊടുക്കാം. അര ടീസ്പൂൺ ഇഞ്ചി, 1 ടീസ്പൂൺ വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത്, 2 പച്ചമുളക് ഇത്ര ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് 1 സവോള ചെറുതായിട്ട് അരിഞ്ഞത് ചേർക്കാം. ഇനി ഇത് നന്നായിട്ട് അങ്ങോട്ട് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് 1 അര ടീസ്പൂൺ ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം. കാരണം നമ്മൾ ഉരുളക്കിഴങ്ങ് പുഴുങ്ങിയപ്പോൾ ഉപ്പിട്ടാണ് പുഴുങ്ങിയത്. അപ്പോൾ അതുകൊണ്ട് കുറച്ച് ഉപ്പിട്ട് കൊടുത്തേച്ചാൽ മതി ഇതിനകത്തേക്ക് ഇട്ടോ. ഇപ്പോൾ സവോളയൊക്കെ നന്നായിട്ടൊന്ന് വാടി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിനകത്തേക്ക് 1 തക്കാളി ചേർത്ത് കൊടുക്കാം. ചെറിയൊരു തക്കാളിയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അത് ചേർത്ത് കൊടുക്കാം. ഈ തക്കാളി ഒന്നും പൂരി മസാല ഉണ്ടാക്കുമ്പോൾ അധികം അങ്ങനെ എല്ലാവരും ഇട്ട് കാണാറില്ല. പക്ഷേ ഇതൊരു ചെറിയൊരു പുളിയും കൂടെ വരുമ്പോൾ ഇതിന് പ്രത്യേക ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് തക്കാളി ഇട്ട് കൊടുത്തത്. ഇനി ഇതിനകത്തേക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഒരു 1/4 ടീസ്പൂണിനേക്കാളും കുറച്ച് കൂടുതൽ, അര ടീസ്പൂൺ വേണ്ട കേട്ടോ. ഭയങ്കര മഞ്ഞൾപ്പൊടി കൂടിപ്പോയാലും ഭയങ്കര കുത്തായി പോകും. അപ്പോൾ അതുപോലെ ഇത് മഞ്ഞൾപ്പൊടി നമ്മൾ വീട്ടിൽ പൊടിച്ചുണ്ടാക്കണ മഞ്ഞൾപ്പൊടി ആയതുകൊണ്ട് തന്നെ കുറച്ച് ചേർക്കുമ്പോഴത്തേനും ശരിക്കും നല്ല കളറും ഒക്കെ വരും. അപ്പോൾ നിങ്ങൾ പുറത്തുനിന്ന് കടയിൽ നിന്നൊക്കെ മേടിക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ അര ടീസ്പൂണൊക്കെ വരെ ചേർക്കാം കേട്ടോ. 1/4 ടീസ്പൂൺ ഗരം മസാല. ഒരുപാട് ചേർക്കരുത് കേട്ടോ ഗരം മസാല, കുറച്ച് ചേർത്താൽ മതി. കാരണം ഇതൊരു വെജിറ്റേറിയൻ കറിയാണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഗരം മസാല ഒന്നും ഒരുപാട് ചേർക്കേണ്ട ആവശ്യമില്ല. കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതാ വേവിച്ച് കൈകൊണ്ട് തന്നെ വെറുതെ ഒന്ന് ഉടച്ചെടുത്തതാണ് കേട്ടോ. അത് ആ ഉരുളക്കിഴങ്ങും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. ഇപ്പം ഞാനിവിടെ 1 കപ്പാണ് വെള്ളം ഒഴിച്ചത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ കൊഴുപ്പ് കുറച്ച് കുറുകിയിരിക്കുന്നതാണല്ലോ. അപ്പോൾ അതനുസരിച്ച് വെള്ളം ചേർക്കുക. പിന്നെ ഇത് ഈ തവി കൊണ്ട് തന്നെ പയ്യൊന്ന് ഉടച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ എല്ലാം ഇങ്ങനെ ഒരുപാട് അങ്ങോട്ട് ഉടച്ചു കൊടുക്കണ്ട, കുറച്ചിങ്ങനെ കടിക്കാനായിട്ട് കിട്ടണം. അപ്പോൾ ഇതൊരു 2 മിനിറ്റ് നേരത്തേക്ക് ഒന്ന് മൂടി വെച്ച് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ അതങ്ങനെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള പൂരി മസാല റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തു. കണ്ടില്ലേ, കറക്റ്റ് നല്ല കുറുകിയായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് തണുത്ത് കഴിയുമ്പോൾ കുറച്ചുകൂടെ ഒന്ന് കുറുകും കേട്ടോ. അപ്പോൾ ഇനി ഇതിനകത്തേക്ക് ലാസ്റ്റ് സെർവ് ചെയ്യുന്നതിന് മുമ്പായിട്ട് നമുക്ക് കുറച്ചൊരു മല്ലിയില ഇട്ട് കൊടുക്കാം കേട്ടോ. മല്ലിയിലൊക്കെ ഓപ്ഷനിലാണേ, ഉണ്ടെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി. പിന്നെ ഇതിനകത്തേക്ക് കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇത് പൂരിയോടൊപ്പം ചപ്പാത്തിയോടൊപ്പം കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻസിലൂടെ അറിയിക്കുക. അപ്പോൾ നല്ലൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ് ഐഷാസ് ക്രിയേഷൻസ്.